ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ടർക്കിയിലുള്ള ഫെത്തിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത്. ഇന്നലെ ഇവിടെ ടെൻ്റ് അടിച്ച് കിടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ എണീച്ച് ഇനിയിപ്പോൾ ഇതെല്ലാം പാക്കാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ യൂസഫ്. ഗുഡ് മോർണിംഗ് യൂസഫ്. യാ, അവൻ നേരെ ട്രെക്ക് ചെയ്തിട്ട് അങ്ങനെ പോവും. 540 കിലോമീറ്ററും ഒരു 45 ദിവസത്തിൻ്റെയും ട്രക്കിംഗ് ആണ്. അതാണ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും അവൻ ട്രൈ ചെയ്യും. അതിനു വേണ്ടി വന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും അവനത് ട്രൈ ചെയ്യട്ടെ. എനിക്കാകെ ഒരു മാസമേ വിസ ഉള്ളൂ. അതിനിടയിൽ വില്ലേജസ് കാണണം, കുറേ സ്ഥലങ്ങൾ കാണണം, ഹോട്ട് എയർ ബലൂണിൽ കയറണം. ഇതെല്ലാം കൂടെ എനിക്ക് ചെയ്യാൻ പറ്റൂല. എന്തായാലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ഇത് കേൾക്കുന്നത്. ഒരു യൂറോപ്പിലെല്ലാം 170 കിലോമീറ്റർ ട്രക്കിംഗ് എല്ലാം ഉണ്ടായിരുന്നു. അത് അടുത്ത വർഷം ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായി. ഇതുപോലെ 1 month ഒക്കെ എടുത്തിട്ട്. നോക്ക്, ഈ ബ്യൂട്ടിഫുൾ വ്യൂവിലാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ഇന്നലെ നൈറ്റ് ആക്ച്വലി സ്റ്റാർസ് എല്ലാം ഉണ്ടല്ലോ, നൈസായിരുന്നു. സ്റ്റാർസ് പിന്നെ വീഡിയോയിൽ എടുത്താൽ കിട്ടൂല, അല്ലെങ്കിൽ മറ്റേ മിൽക്കി വേ ഇതൊക്കെ ഉണ്ടെങ്കിലാണ് കിട്ടും. എന്നാൽ പോലും പ്രോപ്പറായിട്ട് കിട്ടൂല. അതുകൊണ്ടാണ് നൈറ്റ് സ്റ്റാർസിൻ്റെ വ്യൂ ഒന്നും എടുക്കാതിരുന്നത്. കണ്ടോ, സൺറൈസ് മിസ്സായിട്ടുണ്ട്. സൺറൈസിന് ഞാൻ എണീച്ചിട്ടില്ല. അതുകൊണ്ട് ബാക്കി 2 ടെൻറ്റിലുള്ള ആൾക്കാർ ഓൾറെഡി പോയി. അവർ ടെൻറ്റ് പാക്കാക്കിയിട്ട് സൗണ്ടെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര രസം. ഇപ്പോൾ കണ്ടോ, കുറച്ചല്ല ഭയങ്കര ബ്ലൂ ആണ്. ആ നീല കളർ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലെ ഇങ്ങനെ ആ സണ്ണിൻ്റെ ഷെയ്ഡ് കാരണം അതെല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ. എന്തായാലും ഇത് ബെസ്റ്റ് പ്ലേസാണ് ക്യാമ്പ് ചെയ്യാനാണെങ്കിലും. എന്താ പറയുക, ബെസ്റ്റ് സൺസെറ്റും ബെസ്റ്റ് ക്യാമ്പിങ് സ്പോട്ടും. കാരണം ക്യാമ്പ് ചെയ്യുന്ന സ്പേസ് തന്നെ ഭയങ്കര പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളിയാണ്. സോ നോക്കട്ടെ, ഇനി എൻ്റെ പ്ലാൻ എന്താണെന്നറിയില്ല. ശുഭത്തിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് നെറ്റ്വർക്ക് ഇല്ല ഇവിടെ, അതുകൊണ്ട് ഒരുപാട് വിളിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ഇറങ്ങി നോക്കി നോക്കണം. അവൻ്റെ നിന്ന് ഹോട്ട്സ്പോട്ട് മേടിച്ചിട്ടാണ് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളോട് വിളിച്ച് ജസ്റ്റ് ഇൻഫോം ആക്കിയെന്ന് മാത്രം. ലെറ്റ്സ് സീ. ഇവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഈ ഒരു സ്ഥലത്ത് വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ന്യൂട്ടല്ലയും പിന്നെ ആ ഒരു തോർത്തയും കൂടിയാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മളിത് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇത് ഇവിടെ കുറെ പേര് വന്നിട്ടുണ്ട്. ഹായ് ഹായ് ഹായ്. Привет? Привет. It's Russian. Okay. Hello. Привет. Okay. Привет. Nice. Yeah. So, how many days your plan to trekking? 5 days. 5 days. Yeah. Okay. All came together? Yeah. All people from Russia? Yeah. We all came together. Okay. We're like brothers. Oh, okay. In ours. Cool. And sister. Strong. Just one sister. It's kind of ugly, but സോ അതാ ഇവരെല്ലാവരും റഷ്യ എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേര് ഇപ്പോൾ ട്രക്കിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും ലോങ് ട്രക്കിംഗ് ആയതുകൊണ്ട് ചിലർ ഇപ്പോൾ ഇവർ 5 ദിവസം ചെയ്യുന്നു, ഇവൻ ഫുള്ള് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. ഓരോരുത്തർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര ദിവസം ഇരിക്കുന്ന ടൈമിനനുസരിച്ച് എല്ലാവരും പോവും. അങ്ങനെയല്ല ഉള്ളത്. This is my regional language, Malayalam. That's my language. even the name of the language sounds beautiful. Yeah. Thank you. So ഞാനിത് അവിടെ നിന്ന് ഇറങ്ങാണ്. അവന് നേരെ ട്രക്കിംഗ് മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. We'll see you in somewhere. Yeah. Okay, then all the best for your journey, your trekking. I hope you will complete 540 kilometers. It takes more than a month. It will be good. Yeah, I will. Yeah. Okay then. Bye. ഞാനിതാ ബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കെന്തൊരു വിഷമം. ബൈ ബൈ. We will meet again in somewhere. Yeah. ആള് പറഞ്ഞു വേണമെങ്കിൽ ഞാൻ താഴെ വരെ വരാം, ബാഗ് ആളുടെ ഇവിടെ വെച്ചിട്ട്, എന്നിട്ട് എൻ്റെ ബാഗ് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് അവിടെ ഏതൊരു സ്ഥലമുണ്ട്, അവിടെ വാട്ടർഫോളും വേറെ ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് 2-3 ദിവസം നിൽക്കാം, ലൈക്ക് 3 ദിവസം ട്രക്കിങ് ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്ക് ടൈമില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ 3 days എന്തായാലും ട്രക്ക് ചെയ്തിട്ട് അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നെ ഇനി
കാപ്പഡോക്കിയ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഓൾറെഡി ശുഭം പോകുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 800 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഹിച്ചായിക്കാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതാണ് ആകെ ഒരു മന്ത് വിസ ഉള്ളൂ. അപ്പോൾ എല്ലാം കൂടെ അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ജോർജിയയും അർമേനിയ അസർബൈജാനൊക്കെ പോകണം. എന്നിട്ട് എനിക്ക് ഒരു നാട്ടിലേക്ക് ഒരാവശ്യത്തിന് വേണ്ടി പോകേണ്ട കാര്യമുണ്ട് ഒരു 2-3 ദിവസത്തിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആയിരിക്കും വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയൊക്കെ. സോ എന്താണെന്ന് അറിയില്ല പ്ലാൻസ്. ഇപ്പം ഞാൻ എന്തായാലും ഇവിടുന്ന് ഇറങ്ങി മനസ്സോടെയാണ് ഞാൻ എന്തായാലും ഇറങ്ങിയിട്ടുള്ളത്. കാരണം എനിക്ക് പോകാൻ തീരെ മൈൻഡില്ല. കാരണം ഭയങ്കര അടിപൊളി ട്രക്കിങ്. ഞാൻ മാത്രമല്ല അതേ വഴിയിലൊക്കെ കണ്ടോ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പോകുന്നുണ്ട്. പക്ഷേ എല്ലാവരും ഇങ്ങനെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അവൻ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഫുള്ളായിട്ട് ചെയ്യാനുള്ളത്. കാരണം അത്രയും ടൈം വേണ്ടേ. അല്ല എന്നെപ്പോലെ ഫുൾ ടൈം ട്രാവലിങ് ചെയ്യുന്നവർക്ക് പറ്റുള്ളൂ. എന്തായാലും കൊള്ളാം, അടിപൊളി ഒരു സംഭവമാണിത്. മിക്ക ആൾക്കാരും ഒരു 3 days 4 days ഒക്കെയാണ് ചെയ്യുന്നത്. എന്ത് രസമല്ലേ, 540 കിലോമീറ്റർ ഇങ്ങനെ ഇതുവഴി ഇങ്ങനെ പോയി. ഇടയ്ക്കൊക്കെ വില്ലേജസ് ഉണ്ട്, അവിടെയൊക്കെ സ്റ്റേ ചെയ്ത് അവിടെ ക്യാമ്പ് ചെയ്ത് അവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെയും ബാഗ് എടുത്ത് ഇങ്ങനെ ഏറ്റി നടന്ന് ഭയങ്കര വൈബായിരിക്കും. എന്തായാലും മേ ബി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഞാൻ ചെയ്യുമായിരിക്കും, നോക്കണം, അറിയില്ല. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറം ഗ്രീസെല്ലാണ്. ഹായ് ഓ ഡ്രോണെല്ലാം ഉണ്ടല്ലോ, ഡ്രോണിലെല്ലാം അടിപൊളി വ്യൂ ആയിരിക്കും. അപ്പോൾ എന്താപ്പം ഞാൻ പറഞ്ഞത് മറന്നുവല്ലോ. കുറേ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. 540 കിലോമീറ്റർ അതൊരു സംഭവം തന്നെയായിരിക്കും. എന്തായാലും ഇതുവഴി പോകുമ്പോൾ എന്തായാലും മിക്ക ആൾക്കാരെങ്കിലും ബാഗ് ഉണ്ട്. കാരണം ക്യാമ്പ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ക്യാമ്പ് ചെയ്യാനുള്ള സ്പോട്ട് തന്നെ ഓരോ സ്ഥലത്തും ഉണ്ട്. വഴി കണ്ടോ, വഴി ഇങ്ങനെ കല്ലും മുള്ളും നിറഞ്ഞതാണ്. എന്തായാലും അടിപൊളി. ഹായ് അത്ര ഡിഫിക്കൾട്ടൊന്നുമല്ല കേട്ടോ. കുറച്ച് വെയിലുണ്ട്, അപ്പോൾ ചൂടുണ്ടാവും. അല്ലാതെ നോക്കുമ്പോൾ അത്ര ഡിഫിക്കൾട്ടല്ല. എന്തായാലും അടിപൊളി ഒരു സംഭവമാണ്. ഇപ്പോൾ ആർക്കെങ്കിലൊക്കെ നിൽക്കണമെങ്കിൽ പോകണമെങ്കിൽ 1 month വിസയാണ് നമുക്കുള്ളൂ. വേറെ ഏതെങ്കിലും കൺട്രിയിൽ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും പകുതി വെച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഓപ്ഷൻ ഉണ്ടാവില്ല. അല്ല ഡയറക്റ്റ് ഇങ്ങോട്ട് വരേണ്ടി വരും. എന്നാലാണ് 1 month ചെയ്യാൻ പറ്റുള്ളൂ. തൊട്ടപ്പുറയാണ് ഗ്രീസ്. അപ്പോൾ ഗ്രീസിലേക്ക് എൻട്രി ചെയ്യാം. ബുൾഗേറിയ അങ്ങോട്ട് എൻട്രി ചെയ്യാം. അപ്പോൾ ഗ്രീസ് എനിക്ക് തോന്നുന്നു ഷെങ്കൻ വിസ തന്നെയാണ്. ബുൾഗേറിയ ഇപ്പോൾ ഷെങ്കനിലായി എന്ന് തോന്നുന്നുണ്ട്. കാരണം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു 1 month വിസയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാം അത് കുഴപ്പമില്ല, നീ എന്നാ ഗ്രീസിലേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നിട്ട് വീണ്ടും റീ എൻട്രി ചെയ്യും വിസ എടുത്തിട്ട് അങ്ങനെ പറഞ്ഞു. കാരണം വിസ വീണ്ടും നമ്മൾ ഓൺലൈനിൽ എടുത്തിട്ട് നമുക്ക് എൻട്രി ചെയ്യാം. പക്ഷെ ഞാൻ എന്തായാലും എനിക്ക് അടുത്ത കൺട്രിയിലേക്കൊക്കെ പോകാൻ പ്ലാൻ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ മാത്രം താഴേക്ക് ഇറങ്ങുന്നത്, എല്ലാവരും പോവാൻ. കാരണം ഈവനിങ്ങിൽ മാത്രമാണ് ആൾക്കാർ സൺസെറ്റ് കാണാൻ വേണ്ടി വരും. ആ സൺസെറ്റ് കാണാൻ വേണ്ടി വന്നിട്ട് പിന്നെ തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. അതും ഇങ്ങോട്ടല്ല വരിക, അവിടെ താഴെ ആ ഒരു പോയിൻ്റ് ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാട്ടിനുള്ളിലൂടെ ഇങ്ങനത്തെ വഴിയാണ്. എന്നാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങോട്ട് വരാൻ കാണിച്ചത് നന്നായി. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഒരു 3 days എങ്കിലും വേണമെന്ന് തോന്നി. സാരല്ല, ഇനി എപ്പോഴേലും ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇപ്പം അങ്ങോട്ട് നോക്ക്, അതിൻ്റെ കറക്റ്റ് കളറ് കാണാൻ പറ്റുന്നില്ലേ? നല്ല ബ്ലൂ കളറ്, ആഴം കുറവുള്ളിടത്ത് വൈറ്റ് പോലും കാണുന്നില്ലേ? ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നല്ല പോലത്തെ കളറ് കാണുന്നത്, രാവിലെ ആയതുകൊണ്ട്. ഇന്നലെ എല്ലാം വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല വെയിലടിക്കുന്നുണ്ടായി. വെയിലടിക്കുമ്പോൾ ആ നീല കളറ് കാണാൻ പറ്റുന്നുണ്ടായില്ല. ഇപ്പോൾ മനസ്സിലായില്ലേ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണെന്നും നല്ല നീല കളറാണെന്നെല്ലാം. ഇപ്പം ശരിക്കും സത്യം പറഞ്ഞാൽ അതിൻ്റെ ബ്യൂട്ടിഫുൾ വ്യൂ കാണുന്നത് കേട്ടോ. നൈസാണ്. ഇതുവഴിയൊക്കെയാണ് ഇന്നലെ വന്നത്. ഇതുവഴി തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ. മനസ്സോടെ ഇറങ്ങുന്നു ഞാൻ. ശരിക്കും എനിക്ക് പോകാനേ തോന്നില്ല അങ്ങോട്ട്. സാരല്ല എന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മൈൻഡിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് താഴേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നുകൂടെ ക്ലോസ് ആയിട്ട് കാണുന്നില്ലേ അതിൻ്റെ ആ നീല കളറെല്ലാം. വാവ്, താഴെ അടിപൊളിയായിരിക്കും, പക്ഷെ മോളിൽ നിന്നാണെങ്കിൽ അതിൻ്റെ ഫുൾ വ്യൂ കിട്ടുമല്ലോ. ഇവിടുന്ന് അടിപൊളി, നല്ല രസമായിട്ടുണ്ട് കേട്ടോ. എത്ര വട്ടം കണ്ടിട്ട് എനിക്ക് ബോറടിക്കുന്നില്ല കേട്ടോ. അടിപൊളിയായിട്ടുള്ള കളറാണ്.
എന്ത് രസാല്ലേ, ഈ ലോകം എന്ത് അടിപൊളിയാന്ന് ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു സ്ഥലത്തു നിന്നാണ് ട്രക്കിംഗ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുവരെ റോഡ് ഉണ്ടായിരുന്നു. ഈ കറക്റ്റ് ഇവിടെ എത്തിയപ്പോൾ ഇത് തീരാൻ പോവാണ്. ഇനി ആ റോഡുള്ള സ്ഥലത്തേക്ക് എത്തും. ഞാൻ ആലോചിക്കുന്നത് ഞാൻ കുറേ പോകുന്നു, കുറേ നേരമായിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങുന്നത്. ഇന്നലെ 4 മണിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മണിക്കെങ്ങാണ്ട് എത്തിയേ. അപ്പോൾ 5, 6, 7 3 മണിക്കൂർ എടുത്തിട്ടുണ്ട് അവിടെ മുകളിലെത്താനായിട്ട്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു 3 മണിക്കൂർ എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുത്തിട്ട് കേട്ടോ. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. കണ്ടോ തീരാനായി. ഞാനിതാ ശുഭത്തിൻ്റെ അടുത്തെല്ലാം ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു 3 മണിക്കൂർ അപ്പുറമുള്ളൊരു സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴി നോക്ക്, ഏതോ വില്ലേജിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ്. നമ്മൾ മാപ്പ് ഇട്ട സമയത്ത് ഏതൊക്കെയോ വഴിയിലൂടെയാണ് പോകുന്നത്. ചെറിയ വഴിയാണ്, നല്ല രസമുണ്ട്. ഇതൊക്കെ മുന്തിരി, എല്ലാവരുടെയും മുന്തിരി, എവിടെ നോക്കിയാലും മുന്തിരിയും കുറേ ഫ്രൂട്ട്സും. ഇവിടെ കാണുന്ന കൃഷികളൊക്കെ ഉണ്ടല്ലോ, എല്ലാം ഫ്രൂട്ട്സാണ് കാണുന്നത്. ഇപ്പോൾ ഒരു വെറൈറ്റി വഴി കൂടെ നോക്ക്, വെറുതെ റോട്ടിലൊക്കെ മുന്തിരിയാണ്. പറിച്ച് കഴിക്കായിരുന്നു, നടക്കുമായിരുന്നെങ്കിൽ, ലിഫ്റ്റ് അടിക്കല്ലായിരുന്നെങ്കിൽ. കുറേ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ഉണ്ട്. എനിക്ക് ഒന്ന് ജോർജിയയിൽ പോകുന്ന സമയത്ത് അവിടെ അതിനെക്കാട്ടിലും കൂടുതലുണ്ട്. എന്തായാലും ഇത് നല്ല രസമുള്ളൊരു വഴിയാണ്. ഉള്ളിലേക്ക് മാപ്പാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഇത് വഴി. പക്ഷെ രസമുള്ളൊരു വഴിയാണ്, കാരണം വില്ലേജൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. മറ്റത് വലിയൊരു ഹൈവേയും അങ്ങനെ വില്ലേജൊന്നും കാണാറില്ല. ഇത് വീടുകളൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മെയിൻ റോഡിൽ എത്തുമായിരിക്കും. കാരണം ഇത് കുറച്ച് മോശം റോഡാണ്, ഒരുപാട് സമയം എടുക്കും എത്താനായിട്ട്. നോക്കാം. ഇപ്പം ഏതോ വലിയ റോഡ് എത്തിയിട്ടുണ്ടല്ലോ. ഇപ്പം അത്യാവശ്യം വലിയ റോഡായിട്ടുണ്ട് കേട്ടോ. കണ്ടോ പാമുക്കല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സ്റ്റേ ചെയ്യുന്നത് സോ ആള് ഡ്യൂട്ടിയിലാണ്. ലൈക്ക് എന്തോ ഇതുണ്ട് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ്. റെസ്റ്റോറൻറ്റിൽ ഇതാ മെനു എല്ലാം ഇവിടെ കാണുന്നുണ്ട്. മെനു എല്ലാം നല്ല റേറ്റ് ആണല്ലോ. ഇതെല്ലാം ടർക്കിഷ് ലിറയിലാണ്. ഇത് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നല്ല റേറ്റ് വരും. ഗ്രിൽ ചിക്കനാണ് ഞാൻ നോക്കണ്ടായി. 450 എല്ലാം ഉണ്ട്. നോക്കിയോട്ടെ എന്തേലും ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. ഗ്രിൽ ഹൗസ് എന്നാണ് ഓൾറെഡി പേര് തന്നെ കേട്ടോ. നോക്കിയോട്ടെ. ചിക്കൻ ഗ്രില്ലിനെല്ലാം ഒരു 450 എല്ലാം റേറ്റ് കാണിക്കുന്നത് കേട്ടോ. 450. ഇതേ ഫലാഫലെല്ലാം കാണിക്കുന്നുണ്ട്. ഫലാഫലിനെല്ലാം 450 അത്രയും റേറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും ഇത് ഐ അണ്ടർസ്റ്റാൻഡ് കേട്ടോ. ഇതാണ് ചിക്കൻ ഗ്രിൽഡിന് 550 ഉണ്ട്. എൻ്റെ അമ്മോടുക്കത്തെ റേറ്റാണല്ലോ. 550 എന്ന് പറയുമ്പോൾ നല്ല റേറ്റായി. എനിക്ക് തോന്നുന്നു 12,000 ഇന്ത്യൻ റുപ്പി എന്തോ ആയിട്ടുണ്ട്. അത്രയും വരുന്നുണ്ട്. ഞാൻ കഴിക്കണ്ടേ? കുറേ ഞാൻ ടൂറിസ്റ്റിക് ആയിട്ടുള്ള പ്ലേസിലെല്ലാം പോയിട്ട് ഓരോന്ന് ഫുഡിന് പൈസ കളയുന്നുണ്ട്. അല്ലാണ്ട് ഇതെന്താ ഇവിടെ ഈ സാധനത്തിന് മാത്രം റേറ്റ് കുറവുണ്ട് കേട്ടോ. എന്താ മീറ്റിന് എന്താണ് 150. ലാമക്കൂൺ സാധനത്തിന് മാത്രം 250 പിസ്സ. പിന്നെ 140 വേറെ എന്തോരു സാധനം. ഇതൊക്കെയാണ് ഇവിടെ റേറ്റ് കുറവ്. ഞാൻ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലും റെസ്റ്റോറൻറ്റും കൂടെ ഒരുമിച്ചുള്ളതാണ്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ഓഫർ എന്തോ ഉണ്ട്. ഓഫറല്ല, ലൈക്ക് ഡിസ്കൗണ്ട് എന്തോ. അവിടെ തന്നെ പോയോട്ടെ. ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേ. അവരിതാ ബ്രെഡ് തന്നിട്ട് എന്തോ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരറിയില്ല. ഇത് കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ എവിടെയോ കഴിച്ച് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഇവിടെ നോക്ക്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ അത് സംസാരിക്കുന്നൊക്കെ ഉണ്ട്. പുള്ളി അതിന് ഉമ്മ കൊടുക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. നോക്ക് കണ്ടോ, ഉമ്മ കൊടുക്കും. നോക്ക്, അടിപൊളി. എന്തോ സംസാരിക്കുന്നൊക്കെ ഉണ്ട്. സംസാരിക്കുന്ന കിളിയാ കണ്ടോ. അയ്യോ ക്യൂട്ട്. കടിക്കുന്നോ? നോ 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 കൊടുക്കുന്നു. അടിപൊളി. റെസ്റ്റോറൻറ്റിലൊരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. ഞാൻ ഫുഡ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ചിക്കനാണ് പറഞ്ഞിട്ടുള്ളത്. ഗ്രിൽഡ് പറഞ്ഞിട്ടുള്ളത്. ഹാഫ് പോർഷൻ എന്തോ വരും, എത്രയാണെന്ന് അറിയില്ല. ഇന്ത്യൻ റുപ്പി 1500 രൂപയ്ക്ക് ഞാൻ ഒരു നേരത്തെ ഫുഡ് കഴിക്കുന്നത്.
കുഴപ്പമില്ല, ഫുഡല്ലേ. ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഒരു 3 ദിവസമായിട്ട് ഞാൻ നല്ല ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. ജസ്റ്റ് ഞാനിങ്ങനെ ചെറിയ സ്നാക്കായിട്ട് പിന്നെ അങ്ങനെ നട്ട്സ് ആയിട്ടൊക്കെയാണ് കഴിച്ചത്. ആള് വെജ് കഴിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആളുടെ കൂടെ പിന്നെ പുറത്തു പോയി കഴിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ കഴിക്കില്ല. അപ്പോൾ ആള് കഴിക്കുമ്പോൾ ഞാൻ അപ്പുറം പോയിട്ട് എന്തെങ്കിലും നട്ട്സ് പോലെ അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. സോ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ഒരു പീനട്ട് ബട്ടറിലുള്ള ആ ഒരു തോർത്തിയെ കഴിച്ചതാണ്. പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. സോ അപ്പം എന്തായാലും ഞാൻ നല്ലപോലെ കഴിക്കാമെന്ന് വിചാരിച്ചു. 1500 രൂപ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ലാവിഷായിട്ട് 2 നേരം കഴിക്കാം അല്ലേ. പക്ഷെ ഇത് യൂറോപ്പിലാണെങ്കിലോ ഒരു 5000 രൂപയാവും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നല്ല ചീപ്പല്ലേ ടർക്കി. US-നെയും യൂറോപ്പിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഓർത്ത് ഞാൻ സമാധാനിക്കുകയാണ്. ഇതാണ് ഫുഡ് വന്നിട്ടുള്ളത്. എന്തോ ഒരു മയണൈസ് പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട്. റൈസ് ഉണ്ടല്ലോ, ചെറിയ ഇച്ചിരി റൈസ് ഉണ്ട്, ചിക്കൻ്റെ ഗ്രിൽഡ്, സാലഡ്, ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. ഞാൻ ആലോചിക്കായിരുന്നു ക്വാണ്ടിറ്റി കുറയുമോ എന്നുള്ളത്. 1500 രൂപയും കൊടുത്തിട്ട്. പക്ഷെ ഇത് കുഴപ്പമില്ല, അത്യാവശ്യം ഓക്കെയാണ്. കഴിച്ചു നോക്കുമ്പോൾ അറിയാം എന്താന്ന്. ഇത് യോഗട്ടിൻ്റെ എന്തോ ആണ് കേട്ടോ, മയണൈസ് അല്ല. റൈസിന് എന്തോ ഒരു ഫ്ലേവറാ. റൈസിൽ ഇവർ എന്തോ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സാലഡിൽ എന്തോ സോസൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വിശക്കുന്നുണ്ട്, ഞാൻ കഴിക്കട്ടെ. ഫുഡ് വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ കഴിച്ച് തേങ്ങ ഇതിലും നല്ലതാ ഷവർമ്മയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമായിരുന്നു. ആണെങ്കിൽ ഇത്രയും പൈസ ആവില്ലായിരുന്നു. പിസ്സയ്ക്കൊക്കെ 250 350 ഉള്ളൂ പിസ്സയ്ക്ക്. അപ്പോൾ പിസ്സ കഴിച്ചിരുന്നെങ്കിൽ ടേസ്റ്റ് ഉണ്ടായതിന് അടിപൊളിയായതിന്. ഇതാ ഇത് കണ്ടോ, പിസ്സ 350 ഇവിടെ എഴുതിന്. ഹായ്, യാ ഗുഡ്, യാ ഡിസ്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നു. ഞാനപ്പോൾ പിസ്സ കഴിച്ചിരുന്നെങ്കിൽ 350 ഡിസ്കൗണ്ടും കിട്ടിയേന്. എന്തായാലും കുടുങ്ങി, സാരമില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനപ്പോൾ ഇവിടെ ഫുൾ ഹോട്ട് സ്പ്രിങ്ങും അങ്ങനെ ആയിട്ടുള്ളൊരു ടൂറിസ്റ്റിക് പ്ലേസ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഫുഡിന് റേറ്റ്. സോ അവിടെയാണ് ആ സ്ഥലം കണ്ടോ, അവിടെ സുവനീറും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. എന്തായാലും പോയി നോക്കട്ടെ അങ്ങോട്ട്. അവിടെ ആക്ച്വലി കുറേ പൈസയാവും. ഇത് 50 ഉള്ളൂല്ലോ ഇതിന്. നോക്കിയോട്ടെ, ഇവിടെ കുറേ ഷോപ്സ് കാണുന്നുണ്ട്. നല്ല രസമുണ്ട് ഷോപ്സ് എല്ലാം കാണാൻ. തലയിടുന്ന സാധനം നോക്കട്ടെ. അവിടെ ബന്ധാനില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ടുണ്ടായി, അവിടെ കിട്ടിയില്ല. അതൊക്കെ നോക്ക്, ഫുള്ള് സുവനീർ ഷോപ്സ് തന്നെ കാണുന്നത്. ഐസ്ക്രീംസ് ഒക്കെ കാണുന്നുണ്ട് കണ്ടോ. ആ കാണുന്നതാണ് സംഭവം. അതിന് എന്തോ ടിക്കറ്റ് പ്രൈസ് വരുന്നുണ്ട്. നല്ല റേറ്റ് ആണെന്നാണ് ഞാൻ കേട്ടത്. അവിടെ പോയി നോക്കിയാൽ തന്നെ അറിയുള്ളൂ. സോ ആ ഫുഡ് കഴിച്ച പൈസ 1500 ആയത്. അപ്പോൾ 1500 എന്തായാലും ഇതിൻ്റെ എൻട്രി ഫീന് ഉണ്ടാവും. സോ ഞാൻ അങ്ങോട്ട് പോയി നോക്കിയോട്ടെ എന്തായാലും എത്ര റേറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും 1500 കുറഞ്ഞായിരിക്കില്ല ഉണ്ടാവുക. നല്ല രസമുണ്ട് കാണാൻ. ഫുള്ള് സോൾട്ടാണ് കാണുന്നത്. സോൾട്ടും പിന്നെ എന്താ പറയുക ഹോട്ട് സ്പ്രിങ് അങ്ങനെയെല്ലാം ഉണ്ട്. സോ ഞാൻ മിക്കവാറും പോകുന്നുണ്ടാവില്ല, ചിലപ്പോൾ ആൾ പോകുന്നുണ്ടാവും. ശുഭം പോകുന്നുണ്ടാവും. ശുഭം ഇപ്പോൾ വർക്കിലാണ്, നാളെ പോകണം എന്നെന്തോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും പോകുന്നില്ല. അത്രയും പൈസ കൊടുത്തിട്ട് ഇത് കാണാനുള്ളൊരു മൈൻഡില്ല. ഇവിടെ ചൈനീസ് ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ആ കാണുന്നതൊക്കെ ചൈനീസ് റെസ്റ്റോറൻറ്റാണ്. ഞാൻ കഴിച്ച സ്ഥലത്തും ഫുള്ള് ചൈനീസ് ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുറച്ച് നട്ട്സും പിന്നെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിലൊക്കെ ഉണ്ട്. അപ്പോൾ പഴം വല്ലതും മേടിച്ചിട്ട് അവിലങ്ങനെ കഴിക്കാം, അതാണ് ബെറ്റർ. അതേ ഇനി നടക്കുകയുള്ളൂ. അത് മാത്രമല്ല കാപ്പഡോക്കിയയ്ക്ക് നാളെ പോവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഹോട്ട് എയർ ബലൂൺ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുള്ള് ഡീപ്പ് വില്ലേജിലേക്ക് പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്രയൊന്നും റേറ്റ് ഉണ്ടാവില്ല. ഈ ടൂറിസ്റ്റുകളുള്ള സ്ഥലത്തായതുകൊണ്ടാണ് ഇത്ര റേറ്റ്. അല്ലാതെ വില്ലേജിലൊക്കെ എന്ന് പറയുമ്പോൾ ലോക്കൽ ആൾക്കാരല്ലേ, അത്ര റേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഇതാ അവിടെ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. ഈ യൂറോയിലാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. യൂറോയിൽ 30 യൂറോ എന്ന് വെച്ചാൽ 3000 സംതിങ്. 30 യൂറോ എന്ന് പറഞ്ഞാൽ ഞാൻ നോട്ടെ 3125 രൂപ ഏറ്റവും കുറവ് ടിക്കറ്റ്. ബാക്കി വേറെ എന്തൊക്കെ മ്യൂസിയം അതിനൊക്കെ 95, 165 ഇതെല്ലാം കൂടെ ഉണ്ട്. ഇത്ര റേറ്റ് വരുന്നത്. എന്തായാലും നോർമൽ ഒരു എൻട്രി ടിക്കറ്റിന് 30 യൂറോ ആണ് വരുന്നത്.
3125 അത്രയും പൈസക്ക് അത് കാണാനുള്ള മൈൻഡ് എനിക്കില്ല എന്തായാലും. സോ ഞാൻ തിരിച്ചങ്ങോട്ട് നടക്കട്ടെ. ഇങ്ങനെ ടൂറിസ്റ്റിക് പ്ലേസ് ആയതുകൊണ്ട് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് തന്നെയാണ്. പിന്നെ ശരിക്കും ഈ ഹോട്ട് സ്പ്രിങ് ഈ ടൈമിൽ അത്ര രസമില്ല. കാരണം ഇതൊക്കെ പൂളാണ് ഈ കാണുന്നത്. ഹോട്ട് സ്പ്രിങ്ങിൻ്റെ എല്ലാം ക്ലോസ്ഡ് ആയിട്ടല്ലേ കാണുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ചൂടുള്ളൊരു വെതറാണ്, അങ്ങനെ തണുപ്പുള്ള വെതറൊന്നുമല്ലല്ലോ. ഇപ്പോൾ തണുപ്പുള്ള വെതർ അല്ലാത്തതുകൊണ്ട് എന്താ പറയുക, തണുപ്പ് വരുന്നൊരു സമയം വരും. ആ തണുപ്പ് വരുന്ന സമയത്താണെങ്കിൽ എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ടാവും. അതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഏരിയയിൽ ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇങ്ങനെ നോക്കുമായിരുന്നു ചുമ്മാ മെനു എല്ലാം. ഈ ഏരിയയിലേക്ക് വന്നപ്പോൾ റേറ്റ് ഒന്നും കൂടെ കൂടുകയാണ് ചെയ്തത്. ഇവിടെ ഫുൾ ടൂറിസ്റ്റ് ആയതുകൊണ്ടാണ് ഇത്രയും റേറ്റ്, അല്ലെങ്കിൽ ഇത്ര റേറ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പിന്നെ ബന്ധാന ഉണ്ടെങ്കിൽ അത് മേടിക്കാമെന്ന് ഓർത്തിട്ടായിരുന്നു. ഭയങ്കര ഒബ്സസ് ആയിട്ടിരിക്കുകയാണ് ഞാൻ ബന്ധാനയായിട്ട്. സോ അതൊന്നും കാണുന്നുമില്ല, ബന്ധാന കണ്ടില്ല. ഇവിടെ ഉണ്ടോ, ഇവിടെ ഇങ്ങനെ ഉണ്ടോ സംശയം. കയറി നോക്കാം. വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ കാണുന്നുണ്ട്. കുറേ ഹാറ്റ്, ചൂടായതുകൊണ്ട് തന്നെ ഹാറ്റ് കാര്യങ്ങളൊക്കെ കാണുന്നത്. ഡ്രസ്സ്, സൂപ്പർ മാർക്കറ്റാണല്ലോ. എന്താ ഫുൾ ഡ്രസ്സാണ് ഇവിടെ ഉള്ളത്. ബന്ധാന നോ, ഐ തിങ്ക് നോ. കയ്യിലിടുന്ന സാധനങ്ങളായാലും അടിപൊളി. യു ഹാവ് ബന്ധാന? ബന്ധാന, this one, the head. Okay. Yeah. Like this, this one. Okay. വേറൊരു ടൈപ്പ് ബന്ധാന ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ കെട്ടാൻ പറ്റുന്നതാണ്. അതാണുള്ളത്. തുർക്കീൻ്റെ മാത്രമായിട്ടുള്ള രസമുണ്ട് കാണാൻ. ഈ ചെറിയൊരു പേപ്പർ പോലത്തെ തുണിക്ക് ഇവർ എന്ത് റേറ്റ് പറയുന്നറിയില്ല. അതാണ് ടാസ്ക്. 2-3 ടൈപ്പ് കളറിലെല്ലാം ഉണ്ട്. രസമുണ്ട് സാധനം. എനിക്കിത് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. ഇങ്ങനെ കെട്ടുന്നൊരു സംഭവമാണ്. പക്ഷെ ഇതിന് ഭയങ്കര റേറ്റാണ്. ഇതിന് 500 രൂപയാണ് പറയുന്നത്. യൂറോപ്പിൽ നിന്നാണ് മേടിക്കണമെങ്കിൽ കുഴപ്പമില്ല. 500 രൂപ കൊടുത്തിട്ട് മേടിക്കാനുള്ളൊരിതില്ല. 200 ലിറയാണ് പറയുന്നത്. അത് പാടാ. ഞാനിത് മേടിച്ചിട്ടുണ്ട് കേട്ടോ. തുർക്കിയെന്ന് എഴുതിയിട്ടുള്ള ഒരു സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഒരു ഇച്ചിരി ഡിസ്കൗണ്ട് വന്നു. 500-ന് വരെ 400, 190 ലിറയാണ് അവർ മേടിച്ചത്. എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ശരിക്കും ക്വാളിറ്റി കാര്യങ്ങളൊന്നും ഇല്ല, നോർമൽ ഒരു ഇതാണ്. പക്ഷെ എന്തോ ഒരു പ്രത്യേക രസം, അതുകൊണ്ട് ഞാൻ മേടിച്ചത്. അല്ലേ ഞാൻ മേടിക്കൂലായിരുന്നേ. അത് ഞാൻ കെഞ്ചിട്ടാണ് 500-ന്ന് അവർ 400 ആക്കിയത്, 190 ആക്കിയതേ. ഈ കടയിൽ തന്നെ ഞാൻ ഇരിക്കുകയാണ്. ഈ കടയിലുള്ള പുള്ളിക്കാരന് ഹിന്ദി നല്ല പോലെ അറിയാം. ഡൽഹിയിൽ എങ്ങാണ്ട് ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇവിടുന്ന് സാധനമൊക്കെ മേടിച്ചിട്ട് ഞാൻ നടന്നു പോയതാണ്. അപ്പോഴാണ് പുള്ളിക്കാരൻ എൻ്റെ പുറകെ വന്നിട്ട് വാ ടീ കുടിക്കാം, കോഫി കുടിക്കാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞു. ഇവിടുത്തെ കോഫി ഭയങ്കര ടേസ്റ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഷുഗറൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒരു കോഫി. അപ്പം ഞാൻ അങ്ങനെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കോഫി പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആളിപ്പോൾ വരും. അപ്പം ഞാൻ പരിചയപ്പെടുത്തരാം. ഇവിടുത്തെ ആള് വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ, കേസേ ഹോ? आपको कैसा पता है हिंदी? मैंने इंडिया में ज्यादा काम किया, इसलिए क्या काम कर दिया? प्रिंटिंग प्रेस में। प्रिंटिंग प्रेस में कितना साल? कम से कम 10 साल हो गए। 10 साल? ठीक है, आपका हिंदी बहुत अच्छा है. Your Hindi is more than good of mine. Thank you. Yeah. ഇവിടെ കോഫി തന്നിട്ടുണ്ട്. പാലുള്ളതും പാലില്ലാത്തതും ഉണ്ട്. ഞാൻ പാലില്ലാത്തതാണ് എടുത്തത്. ആളെനിക്ക് പാലുള്ളതെന്ന് തന്ന്. ഞാൻ പക്ഷേ എക്സ്ചേഞ്ച് ആക്കി. എനിക്ക് കോഫീൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഞാനിങ്ങനെ കുടിക്കാറുണ്ട്. അപ്പം ഞാൻ വെച്ച് ഇതൊരെണ്ണം ഇങ്ങനെ കുടിക്കാം. ഓക്കെ, താങ്ക് യു. ठीक है, धन्यवाद. ठीक है, मैं जाएगा. ठीक है, बहुत धन्यवाद कॉफी के लिए, कंपनी के लिए. ठीक है, बाय. എൻ്റെ അടുത്ത് പറഞ്ഞ് കുറച്ച് ദിവസമെല്ലാം ഇവിടെ നിന്നിട്ട് ഇവിടെ സ്ഥലങ്ങൾ കാണിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ. ഞാൻ പറഞ്ഞില്ല, നാളെ ഞാൻ പോവാം. ഓക്കെ, ടീക്ക്, ബൈ. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. കുറേ നേരം സംസാരിച്ച് ഞാൻ ട്രാവൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ എല്ലാം കാണിച്ചു കൊടുത്ത്. അപ്പോഴാണ് ആള് പറഞ്ഞത് ഇവിടെ നിൽക്ക്, അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നെല്ലാം. ഞാൻ ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ആൾ എന്നെ വന്നിട്ട് വിളിച്ചത്. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പം ഞാനിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പറയാം ആളെ ഇവിടുത്തെ ആരനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടുത്തെ ആള്. അപ്പം എടുത്ത് പറയും ഇവിടുത്തെ ആളല്ല, അഫ്ഗാനിസ്ഥാനിലെ ആളാണ്. അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അല്ല. ഞാൻ പറഞ്ഞു അല്ല, ഇവിടുത്തെ ആളാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ആരാ പറഞ്ഞു എന്നെ ചീറ്റ് ചെയ്തതാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അഫ്ഗാൻ ആണെങ്കിലും തുർക്കി ആണെങ്കിലും എന്താണ് സെയിം അല്ലേ എന്നെല്ലാം ചോദിച്ചു. ബന്ധാന ഉണ്ടോയെന്ന് ചോദിച്ചു നോക്കാം. എന്തിനാ ഞാൻ ഈ മാതിരി ബന്ധാന മേടിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. യു ഹാവ് ദ ബന്ധാന? യെസ്.
നോക്കിയോട്ടെ ഉണ്ട് എന്നാണ് പറയുന്നത്. പോയേക്കാം. ഇതേപോലെ തന്നെയാണ്, കുറച്ചും കൂടെ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ എൻ്റെ അടുത്ത് പറയുന്നത് 200-ന് തരാന്ന്. എൻ്റെ അടുത്ത് 300-ആണ് പറഞ്ഞത്. ഒറ്റടിക്ക് എൻ്റെ കയ്യിൽ ഈ സാധനം കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 200-ന് തരാന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഇതിൻ്റെ തന്നെ കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളതും കുറച്ചുകൂടെ രസമായിട്ടുള്ളതായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പം ഞാൻ ഇത് മേടിച്ചില്ലേ, വേറെ ആണെങ്കിൽ വേറെ മേടിക്കാന്ന് പറഞ്ഞിട്ടാണ് ഇരുന്നത്. പക്ഷെ അതല്ല. ഇവിടുന്ന് നാളെ നമ്മൾ കാപ്പഡോക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് പോവാണ്. അവിടെയാണ് ഈ ഹോട്ട് എയർ ബലൂണൊക്കെ ഉള്ളത്. അങ്ങോട്ട് ഒരു 800 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു 9 hours ഡ്രൈവ് ഉണ്ട്. നാളെ അപ്പോൾ ഫുള്ള് വണ്ടിയിൽ തന്നെ ആയിരിക്കും, കാറിൽ തന്നെ ഫുള്ള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. ഞാൻ ഇവിടെ എല്ലാം ഫുഡ് കഴിക്കുമ്പോൾ പൈസ എല്ലാം നോക്കിയിട്ട് ഞാൻ അങ്ങനെ കഴിക്കുന്നു. നാട്ടിൽ പക്ഷെ ഞാൻ ഇതിൻ്റെ ഇരട്ടി ചിലവാക്കുന്നുണ്ട്. ഒരു 3000 രൂപ എല്ലാം നാട്ടിലുള്ളപ്പോൾ ചിലവാകലുണ്ട്. കാരണം ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും, അവർക്കെല്ലാം ഫുഡ് മേടിച്ച് കൊടുക്കും. അപ്പോൾ എല്ലാം അങ്ങനെ ചിലവാകും. പക്ഷെ അത് അപ്പോൾ അത്ര ഫീൽ ചെയ്യില്ല. പക്ഷെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ അയ്യോ ഇത്രയും പൈസയാലോ അത്രയും പൈസയാലോ അങ്ങനെയൊക്കെ തോന്നുന്നത്. ഈ ഏരിയ നല്ല രസമില്ലേ, കുറേ കടകളും സുവനീർ ഷോപ്പും എല്ലാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. Good morning. So we have like 8 hours. Yeah, 7.5 hours. 7.5. Yeah, but we will stop somewhere and around approximate 8.5 or 9 hours we can calculate. നമ്മൾ ഇവിടുന്ന് പാമുക്കല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നിന്ന് വാട്ട്സ് ദ പ്ലേസ് നെയിം? കാപ്പഡോക്കിയ. കാപ്പഡോക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. കണ്ടോ, നമ്മളിപ്പോൾ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട്. കിലോമീറ്റർ 617 കിലോമീറ്റർ. 617 കിലോമീറ്ററോളം നമുക്ക് പോകാനുണ്ട്. സോ ഇന്ന് ഫുള്ള് ലോങ് ഡ്രൈവ് ആണുള്ളത്. അപ്പോൾ ഞാൻ എന്താ ഈ സാധനം ഇന്നലെ മേടിച്ചതില്ലേ, അതെല്ലാം ഞാൻ തലയിൽ കെട്ടിയിട്ടുള്ളത്. എനിക്കിപ്പോൾ എന്താ അറിയില്ല, ബന്ധാനേനോട് ഭയങ്കര ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മേടിച്ചത്, ഭയങ്കര ഇഷ്ടം. സോ നേരെ ഫുള്ളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരു 8-ന്റെ പണി കിട്ടിയിട്ടാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഒരു 300 കിലോമീറ്റർ എത്തി. എൻ്റെ 2 ഫോണുണ്ട്. ഒരു ഫോൺ ഞാൻ മറന്നു വെച്ചു. അപ്പോൾ ഹാളിതാ തിരിച്ച് പോവാണ്. ഓക്കെ, ബൈ ബൈ. See you in somewhere. See you somewhere around the globe. Bye. കാരണം ആളുടെ അടുത്ത് ബായ് പറയാണ്. ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് ഹിച്ചായിക്ക് ചെയ്യാൻ പോവാണ്. തിരിച്ച് 300 കിലോമീറ്റർ ഞാൻ ഇങ്ങോട്ട് വന്നു. ഇവിടുന്ന് ഇനി ഒരു 400 കിലോമീറ്റർ ഉണ്ട്. മൊത്തം 800 കിലോമീറ്റർ ഉണ്ടായിരുന്നു. സോ ഇനി 300 കിലോമീറ്റർ എനിക്ക് അങ്ങോട്ട് പോയിട്ട് ഫോൺ എടുത്തിട്ട് പിന്നെ 800 കിലോമീറ്റർ പോകണം. അപ്പോൾ ഏകദേശം 1100 കിലോമീറ്റർ എനിക്ക് പോകണം. 1100 കിലോമീറ്റർ ഞാൻ എന്തായാലും ഒരു ദിവസത്തിൽ ചെയ്യില്ല. നാളെ രാവിലെ മോർണിംഗ് 4 മണിക്ക് ഞാൻ ഹോട്ട് എയർ ബലൂൺ ബുക്ക് ചെയ്തു. അതിനിപ്പോൾ എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. സോ ഒന്നും എനിക്കറിയില്ല. എനിക്ക് ഫോൺ എടുക്കാതെ തിരിച്ചു പോകാനും പറ്റില്ല, എവിടെയും പോകാനും പറ്റില്ല. പോയിട്ട് പിന്നെ തിരിച്ച് ഹോട്ട് എയർ ബലൂൺ കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. കാരണം ഞാൻ പിന്നെ ജോർജിയയിലേക്കാണ് പോകുന്നത്. 8-ന്റെ പണി കിട്ടി. ഇങ്ങനെ പണി കിട്ടുമെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ വേറെ കുറേ കാര്യങ്ങളിൽ മെസ്റ്റപ്പായിട്ട് ഇരിക്കുമായിരുന്നു. അതിനിടയിൽ ഇതും കൂടെ കിട്ടി ഫക്ടപ്പായിട്ടാണുള്ളത്. ഓ പണി കിട്ടി, നല്ല പണിയാണ് കിട്ടിയത്. ഇപ്പോൾ ഞാൻ എന്താ ബാഗെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഞാൻ എന്താ ഇവിടുന്ന് ഈ ബാഗും എല്ലാം ഇട്ടിട്ട് ഹിച്ചായിക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. സാരമല്ല, പോസിറ്റീവായിട്ട് ആലോചിക്കുക. ഹിച്ചായിക്കിങ് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് വിചാരിച്ച് സമാധാനിക്കുക. അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യാനാ. ഞാനിത് ഇങ്ങനെ റോഡിലേക്ക് നടക്കുകയാണ്. ആ പെട്രോൾ പമ്പിൽ നിന്ന് എനിക്ക് തിരിച്ച് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. അയ്യോ, എന്തായാലും നല്ല പണിയാണ് കിട്ടിയത്. നല്ല നട്ടുച്ച വെയിലും ടാസ്ക് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്താക്കും, എപ്പോൾ എത്തും ഒന്നും അറിയില്ല. കാറിൽ പോണ പോലെ അല്ലല്ലോ, കാറിൽ പോകുമ്പോൾ ഈസി ആയിട്ട് എത്തും. ഇനി ലിഫ്റ്റ് കിട്ടിയിട്ട് എത്തുമ്പോൾ എന്താവുന്നു ഒരു ഐഡിയ ഇല്ല. പോയോക്ക. കഷ്ടപ്പാട് തന്നെ. എൻ്റെ കഷ്ടപ്പാടല്ല, കഷ്ടകാലം അതന്നെ. അതാണെങ്കിൽ ഫുൾ ഡ്രൈ ലാൻഡാ. വരുന്ന വഴിക്ക് മൊത്തം ഡ്രൈ ലാൻഡ് ആയിരുന്നു. അവിടെ എനിക്ക് വേണ്ടി ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ. പോയി നോക്കട്ടെ, എവിടേക്കാന്നറിയൂല. പെട്ടെന്ന് തന്നെ കിട്ടിയത് 10 മിനിറ്റേ നിന്നുള്ളൂ. എനിക്ക് ഓടാനും പറ്റില്ല. എവിടേക്കാന്ന് എന്തായാലും ലോങ് ആയിരിക്കും എന്ന് വിചാരിക്കാം. കാരണം വഴിയിലൊന്നും ടൗണൊന്നും ഇല്ല. ട്രക്കാണ്, സ്ലോ ആയിട്ടായിരിക്കും പോവാ. എന്തായാലും ഓക്കെ. ഞാനപ്പോ ഈ വണ്ടിയിൽ കേറിയിട്ടുണ്ട്. ആള് ദിനീസിൽ താങ്ക് യു. ദിനീസിൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടുന്ന് ഒരു
110 കിലോമീറ്റർ ഉണ്ട്. എനിക്ക് എവിടെ ഡയറക്ഷൻ അറിയില്ല, നോക്കണം. എന്നാലും ഇതുവഴി കുറെ ദൂരം പോകണം. ട്രക്കിലായതുകൊണ്ട് തന്നെ പയ്യേ പോകുള്ളൂ. ഞാൻ കാറിൽ അത്ര പെട്ടെന്ന് 300 കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന്, പക്ഷെ ആ 300 കിലോമീറ്റർ തിരിച്ചു പോലെ എളുപ്പമല്ല. എന്തായാലും മെയിനായിട്ട് ഞാനില്ലേ ആ ഫോണ് മറന്നതിന്റെ കാരണം എന്താ പറയുക, ഞാൻ ഇത് പുതിയത് കൊൽക്കത്തയിൽ നിന്ന് മേടിച്ച പാൻ്റ് അല്ലേ, അപ്പോൾ ഈ പാൻ്റ് ഇട്ടിട്ട് പോക്കറ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മറന്നത്. പോക്കറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പേരിനൊരു ചെറിയ പോക്കറ്റ് ഇവിടെ ഉണ്ട്. ഫോണ് ഞാൻ സിപ്പുള്ള പോക്കറ്റിലിടല്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മറന്നുപോയത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എല്ലാ ദിവസവും ഞാൻ ഫോണ് ഇറങ്ങുന്ന സമയത്ത് ഫോൺ എല്ലാം ചെക്ക് ചെയ്യും. പോക്കറ്റെല്ലാം തപ്പി 2 ഫോണ്, ക്യാമറ എല്ലാം നോക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഈ പാൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഫോണിന്റെ കാര്യം വിട്ടുപോയി. ബാക്കി അത് എടുത്തതുമില്ല. അങ്ങനെ പണി കിട്ടിയത്. ഞാനിതാ കാഷ്യൂനട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് ഇതുവഴി ഇങ്ങനെ പോകുന്നത്. ഫുൾ ഡ്രൈ ലാൻഡ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് പോകുന്നത്. എന്തായാലും ഒരു 3 മണിക്കൂറിനുള്ളിൽ ഞാൻ എത്തും തോന്നുന്നുണ്ട്. 3 മണിക്കൂർ എന്തായാലും. ഇനി ഒരു 150 കിലോമീറ്റർ ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ അതേ ആൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആദ്യം വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ കൊടുത്തപ്പോ നിർബന്ധിച്ചപ്പോ ആള് കഴിച്ച്. അപ്പോ ഞാൻ ഇത് നാട്ടിൽ നിന്ന് വരുമ്പോ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. അപ്പൊ എനിക്ക് വിശക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ കഴിക്കുന്നു. നമ്മളിങ്ങനെ ട്രക്കിൽ പോകുന്ന സമയത്ത് ഇത് നോക്ക്, ഇവിടെ കിച്ചൺ ഉണ്ട്, ഗ്യാസ് സ്റ്റവ് ഉണ്ട്, ഇങ്ങനത്തെ വെക്കാനുള്ള സംഭവങ്ങളുണ്ട്. ഫുൾ സെറ്റപ്പാണ് കേട്ടോ. അപ്പൊ ആളിതാ നല്ല ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓംലെറ്റും പിന്നെ ഇതാ ബ്രെഡ് ഉണ്ട്, ഒരു ടൈപ്പ് ബ്രെഡ്. ഇതും നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ തക്കാളി ഇവരുടെ മെയിൻ ആണ്. ഇവരെന്ത് ഫുഡിലാണെങ്കിലും, സാലഡ് ആയിട്ടാണെങ്കിലും അല്ലാണ്ടാണെങ്കിലും ഒക്കെ ഫുൾ ടൈം തക്കാളി ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. നമ്മളിങ്ങനെ ട്രാൻസ്ലേറ്റിലൊക്കെ സംസാരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു. അപ്പൊ നമ്മളിതാ ഷെയർ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ കഴിച്ചോണ്ടിരിക്ക. ബ്രെഡ് ഉണ്ട്, എഗ് ഉണ്ട്. ഇവിടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. അപ്പോൾ ആളിതാ കഴുകിക്കൊണ്ടിരിക്കുക. ഞാൻ കഴുകാൻ പറഞ്ഞപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ്. ഭാഷ അറിയില്ലെങ്കിലും നമ്മൾ ആക്ഷനിലൂടെ സംസാരിക്കുന്നത്, ട്രാൻസ്ലേറ്റിൽ പോലല്ല കേട്ടോ, നമ്മൾ ആക്ഷനിൽ സംസാരിക്കുന്നത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു, ബൈ ബൈ. ഞാനിത് അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആള് വേറെ ഏതോ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. എനിക്കിനി നേരെ പോകണം. ഇനി ഒരുപാട് ദൂരം ഇല്ല, ഒരു 52 കിലോമീറ്റർ അത്രയല്ലേ ഉള്ളത്. എന്തായാലും ഞാൻ നോക്കിയോട്ടെ. മെഴ്സിഡീസ് ബെൻസിന്റെ വണ്ടിയെല്ലാം ആണ്. അതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ല കംഫർട്ടബിൾ ആയിരുന്നു കേട്ടോ. ഫുൾ AC ഒക്കെ ആയിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. കുറച്ച് ടൈം എടുത്തെങ്കിൽ പോലും ഭയങ്കര സെറ്റായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത വണ്ടി കിട്ടുന്നത് നോക്കട്ടെ. ഒരു വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. എനിക്ക് നിർത്തിയതാണോ എന്ന് എനിക്കറിയില്ല. പോയി നോക്കട്ടെ. കാറാണ്. This way. Yeah, thank you. എനിക്ക് വേണ്ടി നിർത്തിയതാട്ടോ. ഈ വണ്ടിയിൽ എനിക്ക് ഒരു ലിഫ്റ്റ് വന്നിട്ടുണ്ട്. താങ്ക് യു. ഇവിടെ എല്ലാവരും ഇങ്ങനെ വലിച്ചുകൊണ്ട് നടക്കും കേട്ടോ. അതാണ് ഒരു പഴയ വണ്ടിയൊക്കെ എല്ലാണ്. ഫുള്ള് നല്ല രസമുണ്ട്. ഒരു പ്രത്യേക വൈബ് ഉണ്ട് കേട്ടോ. നല്ല സ്ഥലം. ശരിക്കും പറയാം ഹിച്ചേക്കിങ് ഭയങ്കര അടിപൊളിയാണ്. കുറച്ച് ടൈം എടുക്കും എന്നുണ്ടെങ്കിലും എന്നാലും കുഴപ്പമില്ല. അവിടെ ഇതിങ്ങനെ ഫോൺ വാർത്ത വെച്ചുകൊണ്ടാണ് ഇപ്പൊ എനിക്ക് തിരിച്ചു പോകാൻ പറ്റിയത്. എന്തോ മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവുന്ന ഒരു ഫീലൊക്കെ ഉണ്ട്. ഇവിടെ നെറ്റ്വർക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ ഞാനൊരു ഇന്ത്യൻ റുപ്പി 3000 രൂപയ്ക്ക് 7 ദിവസത്തിന് അൺലിമിറ്റഡ് ഇ സിം ആണ് എടുത്തിട്ടുള്ളത്. മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അതിന്റെ ഇ സിം ആണ്. നമുക്ക് ഒരുപാട് ടൈപ്പ് ഇ സിം ഉണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇ സിം ഉപയോഗിക്കുന്നത്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. 3000 രൂപയുണ്ട് വെറും 7 ദിവസത്തിന്. 7 ദിവസത്തിൽ കൂടുതൽ എന്തായാലും നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ റീചാർജ് ചെയ്യേണ്ടി വരും. എന്തായാലും അറിയില്ല ഞാൻ എത്ര ദിവസം നിൽക്കും. അങ്ങനെ പ്ലാനൊന്നും ഇല്ല. എന്തായാലും ജോർജിയയും അർമേനിയ അസർബൈജാനും പോകും. ആ പുള്ളിക്കാരത് അവിടെ എന്നെ ഇറക്കിയിട്ട് പോയിട്ടുണ്ട്. ഇനി എനിക്ക് ഇവിടുന്ന് ഒരു വണ്ടിയും കൂടെ ലിഫ്റ്റ് അടിക്കണം. അയാൾ എൻ്റെ അടുത്ത് കുറെ സംസാരിച്ചിട്ട് അയാൾ എൻ്റെ അടുത്ത് ചോദിക്കാം ഞാൻ കിസ് ചെയ്യട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കാം. ഞാൻ പറഞ്ഞു നോ എന്ന് പറഞ്ഞു. പിന്നെ അപ്പോഴേക്കും എനിക്ക് ഇറങ്ങാനുള്ള സ്ഥലം എത്തി. എന്നിട്ട് അയാൾ പിന്നെ സോറി എന്ന് പറഞ്ഞു. അതായത് ഇവിടെ ഭയങ്കര ഫ്ലേട്ടിങ് ആണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായി. പക്ഷെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തു. ഭയങ്കര ഫ്ലട്ടിങ് ആന്നുള്ള സംഭവം. ഇവിടെ ഈ സ്ഥലത്ത് കറങ്ങി പോണം. ഇവിടെ നിർത്താൻ ചാൻസ് ഇല്ല. അപ്പുറത്തേക്ക് നടന്നു പോയിട്ട് ലിഫ്റ്റ് അടിക്കും. ഇതുവഴിക്ക് നടക്കാൻ പാടുണ്ടോ എന്തോ. ഇങ്ങനത്തെ റൗണ്ടാണ്.
ഇവിടുത്തെ ആൾക്കാർ എന്തോരം സിഗരറ്റ് വലിക്കുന്നുള്ളതിൻ്റെ ഇത് നോക്ക്. ഫുള്ള് വഴി മൊത്തം സിഗരറ്റ് ഇങ്ങനെ കിടക്കാം. അതായത് ഈ റൗണ്ടിലൊന്നും ആരും ഇറങ്ങി നടക്കുമൊന്നുമില്ല. പക്ഷെ എന്നാലും നോക്ക് കൈ കാണിച്ചിട്ട് പോയി. അവിടെ നിർത്താൻ പറ്റില്ല, അതുകൊണ്ടായിരിക്കും. ഏത് വണ്ടിയായാലും നിർത്താൻ പറ്റുന്നുണ്ടാവില്ല. നടക്കാൻ തന്നെ പറ്റൂല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പിന്നെ എന്നെ അവിടെ ഇറക്കി വിട്ടപ്പോൾ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എന്നാലും ഏതോ വഴി നോക്കിയിട്ട് അപ്പുറത്തേക്ക് കയറണം. എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ട് ഇവിടെ അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ ലിഫ്റ്റ് കിട്ടുന്നുണ്ട്. താങ്ക് യു അമ്മൂക്കാലേ. താങ്ക് യു. ഇവിടുന്ന് ഇനി ഒരു 10-20 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ഒരു 10 മിനിറ്റ് മാപ്പിൽ കാണിക്കുന്നുള്ളൂ. ഞാൻ അവസാനം എത്താറായിട്ടുണ്ട്. ഫൈനലി ഞാനിത് അവിടെ എത്തി. അങ്ങനെ എൻ്റെ ഫോണ് കയ്യിൽ കിട്ടി. ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഇട്ടതാണ് ഏറ്റവും പണിയായത്. ഈ ഡ്രസ്സില്ല പോക്കറ്റിലായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചേനെ. വാട്ട് വേറെ ആരോടോ പറഞ്ഞ. അപ്പോൾ ഞാൻ എന്തായാലും പോവാണ്. ഇനി ഒന്നും മറന്നു വെച്ചിട്ടില്ല. ഇനി എനിക്ക് അങ്ങോട്ട് 800 കിലോമീറ്റർ പോകാനുണ്ട്. ഞാൻ എപ്പോൾ എത്തും എനിക്കറിയില്ല. ഇപ്പോൾ സമയം 5 മണിയായി. രാവിലെ ഇറങ്ങിയതാണ് ഞാൻ. രാവിലെ 9 മണിക്ക് നമ്മൾ ജേണി സ്റ്റാർട്ട് ചെയ്തു. തിരിച്ച് ഇവിടെ തന്നെ 5 മണിക്ക് എത്തി. ഇനി 5 മണിക്ക് ഞാൻ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നു. നാളത്തെ ഹോട്ട് എയർ ബലൂൺ മറ്റന്നേക്ക് ആക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കുന്നത്. കാരണം 4 മണിക്ക് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് പിക്ക് ചെയ്യുക. 4 മണിക്ക് എന്തായാലും എനിക്ക് അവിടെ എത്താൻ പറ്റില്ല എന്നല്ല, എത്തിക്കഴിഞ്ഞാലും ഉറങ്ങാണ്ട് നേരെ പോകാൻ പറ്റില്ല. സോ ആകെ പണിയിട്ടിട്ടാണല്ലേ. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഈ ഫോണൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യലുണ്ട് ഇറങ്ങുന്ന സമയത്ത്. എന്നിട്ടും അത് മിസ്സായി. ഈ പാൻറ് ഇട്ടോണ്ട്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പാൻറ്റിൻ്റെ പോക്കറ്റിലിട്ടിട്ട് ഞാൻ തപ്പുന്നതാണ്. ഞാൻ ഭയങ്കര ടയേർഡായിട്ട് അവിടെ റെസ്റ്റോറൻറ്റിൽ മറ്റേ ഐറനും പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നു. ഐറന് 50 ഇതാണ് കേട്ടോ പറയുന്നത്. ഞാൻ ഇവിടുന്ന് പോകണം, ലിഫ്റ്റ് അടിച്ചിട്ട് പോകണം. ഇവിടെ ആളില്ലേ? അവിടെ നല്ല ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ട്. അതിനൊക്കെ 200 ആയിരിക്കും ഉണ്ടാവുക. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം എത്രയാണെന്നുള്ളത്. ഞാൻ ഒടുക്കത്തായത്. ഞാൻ 600 കിലോമീറ്റർ ഇപ്പോൾ ട്രാവൽ ചെയ്തു. അത് ഹിച്ചൈക്ക് ചെയ്തിട്ടല്ലോ. ഇനി ഞാൻ 800 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ എപ്പോൾ എത്തും? ഞാൻ എവിടെ എത്തും? അയ്യോ, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാനോ തോന്നുന്നു. ഇന്നലെ തന്നെ ഉറക്കം റെഡി ആയില്ല. ലേറ്റ് ആയിട്ടാണ് കിടന്നത്. അതുകൊണ്ട് ഹൗ മച്ച്? 150 lira. 150 ഗ്ലാസ്. 150 കേട്ടോ. 150 ആണ് ഒരെണ്ണത്തിന്, ഒരു ഗ്ലാസ്സിന് വരുന്നത്. ബിഗ് ഗ്ലാസ്. ഓക്കെ. ഞാൻ ആലോചിക്കുന്നു. എക്സ്പെൻസീവ്. 140 lira. ഓക്കെ 140 എനിക്ക് തരാന്ന് പറഞ്ഞു കേട്ടോ. 140 ലിറ എന്ന് പറഞ്ഞാൽ എത്രയാ നോക്കട്ടെ. 200 രൂപയാണ് കേട്ടോ. 140 എന്ന് പറഞ്ഞാൽ അത് ഓക്കെയാണ്. കാരണം നമ്മളെ നാട്ടിലും ഫ്രഷ് ആയിട്ടുള്ളതിന് അത്രയും പൈസ ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഈ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പൊമോഗ്രാനൈറ്റിന് ടേസ്റ്റ് ഇല്ല കേട്ടോ. 200 ലിറ കഴിഞ്ഞത് അറിഞ്ഞില്ല. ഏത് ഇന്ത്യൻ റുപ്യ 500 രൂപ ഒറ്റടിക്ക് തീർന്നു. എന്തോ ഒരു ടേസ്റ്റ്, ഹെൽത്തിയാണ്. എന്തോ ഒരു ടൈപ്പ് ടേസ്റ്റ്. സൺസെറ്റ് നോക്കി, ഭയങ്കര അടിപൊളി സൺസെറ്റ് എല്ലാം കണ്ടിട്ടാണോ ഞാൻ പോകുന്നത്. ഞാനിത് എനിക്ക് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. പഴയ ഒരു ടൈപ്പ് വണ്ടിയാണ്. താങ്ക് യു. ഫോട്ടോ എടുക്കുന്നവർ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തോ അവരുടെ ഭാഷയിലാണ് എന്തൊക്കെയോ പറയുന്നത്. സൺസെറ്റ് അടിപൊളിയാണ്. പക്ഷെ ഈ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ നേരെ കാണുന്നില്ല. Hello. ആ വണ്ടിന്ന് ഞാൻ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അയാൾ എന്നെ ഉമ്മ ഒക്കെ വന്നു കേട്ടോ. ഞാൻ വീഡിയോ ഓൾറെഡി ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിന് വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. അതിന്റെ ഇടയിലാണ് അയാള് ഉമ്മ ഒക്കെ വന്ന്. ഞാൻ ആ ക്ലിപ്പ് ഇവിടെ ഇടാം. അപ്പോൾ എന്താ പറയാ, കൺസെന്റ് ഇല്ലാതെ ഉമ്മ വെക്കാൻ വരുന്നവരുണ്ട്. എന്നിട്ട് ഞാൻ തട്ടി മാറ്റിയാണ് ചെയ്തത്. ഞാൻ പിന്നെ ഒന്നും പറയാനൊന്നും പോയില്ല. ഞാൻ എന്ത് പറയാനാ. സോ ഞാനിനി അപ്പുറത്തേക്ക് പോകണം. എനിക്ക് അവരെന്നെ ഇവിടെ ഡ്രോപ്പ് ആക്കിയത്. ഇവിടുന്ന് അപ്പുറത്തേക്ക് പോയിട്ട് എനിക്ക് വേറെ റൂട്ടിൽ പോകാനുള്ളത്. ഒരു മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും തോന്നുന്നു ഹിച്ചൈക്ക് ചെയ്യാനായിട്ട്. ലൈക്ക് ഒറ്റ റോഡ് ഇത്.
കുറെ ഡൈവേർഷൻ വരുന്നുണ്ട്, അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാൻ. എനിക്കിത് ഈ ഒരു വണ്ടി ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം ആള് പോകുന്നുള്ളൂ. അവിടുന്ന് പിന്നെ എനിക്ക് വേറെ വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ട് വേണം പോകാൻ. ഒരു മെയിൻ റോഡിൽ എത്തി കിട്ടിയാൽ മതി. ഞാനിതാ പൊക്കോണ്ടിരിക്കണതിന്റെ ഇടയിൽ ഞങ്ങൾ സംസാരിച്ച് എന്റെ യൂട്യൂബ് ഇതൊക്കെ കാണിച്ചു കൊടുത്ത ആൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. എന്നിട്ട് നോക്കി എനിക്ക് ഗിഫ്റ്റ് എല്ലാം കിട്ടി. എനിക്ക് തോന്നുന്നു ആൾ ഇവിടുന്ന് മേടിച്ചതാന്ന് തോന്നുന്നു. ഇപ്പൊ പുറത്തെല്ലാം കടയിൽ പോയി മേടിച്ചതാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത് ഈ സാധനം പൊട്ടിച്ചിട്ട് പോലും ഇല്ല. താങ്ക് യു സോ മച്ച്. ആള് പറഞ്ഞു ഇവിടുന്ന് ആളെന്ത് ജോലിക്ക് പോവാണ്, കുറച്ച് ദൂരം ഉള്ളൂ. പക്ഷെ ആളെന്നോട് പറഞ്ഞ് വണ്ടികൾ കിട്ടുന്ന സ്ഥലത്താക്കി തരാന്നുകൊണ്ട് കുറച്ചും കൂടെ അങ്ങോട്ട് ആക്കാൻ വേണ്ടി പോവാണ്. ഈ ഒരു സാധനം അതും എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു. ആള് പറയാണ് ആളുടെ ഡ്രീം ലൈഫാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞു ഫുൾ ഇങ്ങനെ യാത്ര ചെയ്താണ് പോകുന്നത്, ഓരോ രാജ്യങ്ങൾ ഇങ്ങനെ പോവാന്നെല്ലാം പറഞ്ഞപ്പോ ഓക്കെ ബൈ. താങ്ക് യു സോ മച്ച്. ആളിത് അവിടെ ആക്കിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് നമ്പറൊക്കെ മേടിച്ചിട്ടുണ്ട്. ട്രാൻസ്ലേറ്റിൽ എന്തോ സംസാരിക്കാണ്. ഐ വിഷ് യു എ സേഫ് ജേണി. ഓക്കെ താങ്ക് യു ബൈ. നമ്മൾ ട്രാൻസ്ലേറ്റിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇടയ്ക്ക് വെച്ചൊന്നും വീഡിയോ എടുക്കാൻ പറ്റാണ്ടിരുന്നത്. ഇവിടെ എന്നോട് പറഞ്ഞ് ഇവിടെ അത്യാവശ്യം സ്ഥലം ഉണ്ടല്ലോ, ഇവിടുന്ന് വണ്ടി കിട്ടും എന്ന് പറഞ്ഞു. ആള് യൂട്ടേൺ അടിച്ചിട്ട് തിരിച്ചങ്ങോട്ട് പോകും. അങ്ങനെ എനിക്ക് ഈ ഒരു ട്രക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആൾ എങ്ങോട്ടാണോ പോകുന്നത്, എങ്ങോട്ടാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കയറിയിട്ടുണ്ട്. ഓക്കെ, അതെവിടെയാന്നറിയില്ല. മാപ്പിൽ നോക്കണം, നോക്കിയിട്ട് വേണം എവിടെയാണ് ഇറങ്ങേണ്ടത് നോക്കട്ടെ. ഞാനിത് ആ ഒരു ട്രക്കിൽ നിന്ന് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത് ഒരു 10 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഹിച്ചാക്ക് ചെയ്യണം. എനിക്കറിയില്ല രാത്രി ഞാൻ ട്രാവൽ ചെയ്യണോ അതോ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ച് കിടക്കണോ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാലും ഓൺ ദ വേ നോക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടുന്ന് 700 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതാണ് ടാസ്ക്. സോ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണാം എന്താണ് ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. അടുത്ത എപ്പിസോഡിൽ കാണാം.